ലിജുസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു മന്ത്, ഈ ഒരു ഡിസംബർ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. ഇത് റിലേഷൻഷിപ്പ്, സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർക്കും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. റെസനേറ്റ് ആയിട്ടില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഇതിലെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, ദ എംപറർ, the page of swords, 6 of wands and 7 of cups. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ ഒരു ടൈം ആയിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണലി സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ട്, അതായത് ഇമോഷണലി നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആവുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വരാനും അതുപോലെ തന്നെ അതിലൂടെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതായിട്ടെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഡിസപ്പോയിൻമെന്റ്, അതുപോലെ തന്നെ അതായത് അവരുടെ റിലേഷൻഷിപ്പിൽ, മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പലതരം ഡിസപ്പോയിൻമെന്റും വിഷമങ്ങളും കാര്യങ്ങളും, ആ പ്രശ്നങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ ബാഗേജ് ചുമന്ന് നടക്കാതെ ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ വേണ്ടി തന്നെ ആ ഒരു കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ, അതായത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ ഇമോഷണലി പുറകിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വോക്ക് അവേ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും കുറെ കൂടെ സ്ട്രെങ്തൻ ആവുന്നതൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ ഡിസിപ്ലിൻ വരുന്നതായിട്ടും, അതുപോലെ തന്നെ ഒരു കൺട്രോൾ വരുന്നതായിട്ടും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ ലഭിച്ച് വളരെ സ്ട്രെങ്തൻഡ് ആവുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷനിലൊക്കെ വളരെ ഇമ്മെച്യൂർ ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് പെരുമാറുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവാനായിട്ട് പോകുന്നു. ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾക്ക് ഇതിൽ ഒരു കമ്മിറ്റ്മെന്റ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ ബാലൻസ്ഡ് ആണ്. മെച്യൂർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വളരെ കൺട്രോൾഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ കഴിയുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു തുറന്ന ഒരു സംസാരത്തിനുള്ള, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു അവസരം വരുന്നതായിട്ടും, ഒരു ന്യൂ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിലവിൽ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരാനും, നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഒരു ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യങ്ങൾ എന്താണ് എന്ന് പഠിക്കാനും എല്ലാം നിങ്ങളൊരു ക്യൂരിയോസിറ്റി കാണിക്കുന്നതായിട്ടും, അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക്
നിങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നതായിട്ടും അത് തമ്മിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഡിസ്കസ് ചെയ്യാൻ കഴിയുന്നതായിട്ടെല്ലാം കാണാൻ കഴിയുന്നു. ഒരു വിക്ടറി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതായത് ഒരു അംഗീകാരം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കുന്നതായിട്ട്, പബ്ലിക് അംഗീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ നിങ്ങളുടെ ഫാമിലി അംഗീകരിക്കുന്നതായിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് അംഗീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ഹാർമണി, ആ ഹാർമണി മറ്റുള്ളവർക്കൊരു അത്ഭുതം തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്കും കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് തരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ തരത്തിലുമുള്ള ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടും ഒരു വിക്ടറി ലഭിക്കുന്നതായിട്ടെല്ലാമാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഒരു ഫെയിം ഉണ്ടാവുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെയിം ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് സെലക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഇല്യൂഷനിൽ പെടാതെ അതിൽ നിന്ന് കൃത്യമായത് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ വരുന്നതായിട്ടും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടും എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങൾക്ക് ഒരു ഇമോഷണലി നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ ആവുന്നതായിട്ടും ഇമോഷണലി നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് ലഭിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വരുന്നതായിട്ടും ഒരു വിക്ടറി ലഭിക്കുന്നതായിട്ടും അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ലഭിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും അതൊരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. ചില വ്യക്തികൾക്ക് അതൊരു എൻഗേജ്മെന്റ്, മാരേജ് പോലെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ഫാമിലി അംഗീകരിക്കുന്നതായിട്ടും പബ്ലിക് അംഗീകരിക്കുന്നതായിട്ടെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത്. അല്ല എങ്കിലും അത്തരത്തിൽ എത്താത്ത അല്ലെങ്കിൽ അങ്ങനെ പോകാത്ത റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതായിട്ട് ഒരു ഇമോഷണൽ ലെവലിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തരുന്നതായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ഒരു മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്തിന്റെയും ഫുൾഫിൽമെന്റിന്റെയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയുടെയും എല്ലാം ഒരു മന്തായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. റെസനേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് അത് ലീവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.